ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട ജില്ലകളിലെ വോട്ടെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ ജനവിധി രേഖപ്പെടുത്തും. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ സാമഗ്രികളുമായെത്തി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കി. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സേനയ്ക്കൊപ്പം ഹോംഗാർഡുകളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുമെല്ലാം സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 33 പോളിംഗ് ബൂത്തുകളാണുള്ളത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 10 ഗ്രാമപഞ്ചായത്തുകളിലായി 212 പോളിംഗ് ബൂത്തുകളുണ്ട്. പഞ്ചായത്തുകളിലെ വോട്ടർ 3 വോട്ടുകളാണ് രേഖപ്പെടുത്തേണ്ടത്. ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യണം. ഇതിനായി 3 ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി 3 വോട്ടുകളും രേഖപ്പെടുത്തിയ ശേഷമാണ് വോട്ടർ ബൂത്തിന് പുറത്തു പോകേണ്ടത്. കോതമംഗലത്ത് 6 സെൻസിറ്റീവ് ബൂത്തുകളുണ്ട്. ഇവിടെ പ്രത്യേക സുരക്ഷ ഒരുക്കും. നെല്ലിക്കുഴി പഞ്ചായത്തിലെ പാഴൂർമോളം ബൂത്ത്, തൃക്കാര്യൂർ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ ബൂത്ത്, കവളങ്ങാട് പഞ്ചായത്തിലെ തലക്കോട് UP സ്കൂൾ ബൂത്ത്, പല്ലാരിമംഗലം പഞ്ചായത്തിലെ പൈമറ്റം, വാളാച്ചിറ എന്നീ ബൂത്തുകളാണ് സെൻസിറ്റീവായി കണക്കാക്കിയിട്ടുള്ളത്. 2020 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ വാർഡുകളുടെ എണ്ണം 31-ൽ നിന്ന് 33ആയി വർദ്ധിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിൽ 3 വാർഡുകളും കോട്ടപ്പടി, വാരപ്പെട്ടി പഞ്ചായത്തുകളിൽ 2 വാർഡുകൾ വീതവുമാണ് കൂടിയത്. കുട്ടമ്പുഴയിൽ 17-ൽ നിന്ന് മാറ്റമില്ല. മറ്റ് പഞ്ചായത്തുകളിൽ 1 വാർഡ് വീതമാണ് വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.